കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്ക് തങ്ങളുടെ പെൺമക്കളുടെ വിവാഹ ആവശ്യങ്ങൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയായിട്ട് മാറാറുണ്ട്. എന്നാൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ലഘൂകരിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളും വൻ തുകയുടെ ധനസഹായങ്ങളും കുറഞ്ഞ പലിശ നിരക്കിലുള്ള വായ്പകളുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കോ അവരുടെ മക്കൾക്കോ സാമ്പത്തിക ആശ്വാസമേകാൻ സാമൂഹ്യനീതി വകുപ്പ് പരിണയം പദ്ധതിയിലൂടെ 50,000 രൂപ നേരിട്ട് നൽകുന്നുണ്ട്. അതേസമയം മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന BPL കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കായിട്ട് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മംഗല്യ സമൃദ്ധി പദ്ധതി വഴി 75,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ധനസഹായം ലഭ്യമാകുന്നു. സാമൂഹിക ഐക്യവും അതോടൊപ്പം തന്നെ പിന്തുണയും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിശ്രവിവാഹിതരായിട്ടുള്ള ദമ്പതികൾക്ക് നവജീവിതം ആരംഭിക്കുന്നതിനായിട്ട് പട്ടികജാതി വികസന കോർപ്പറേഷൻ 75,000 രൂപയുടെ ഗ്രാൻഡാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതിന് പുറമെയായിട്ട് പൊതുവിഭാഗത്തിൽപ്പെട്ട മിശ്രവിവാഹിതർക്ക് സാമൂഹ്യനീതി വകുപ്പ് വഴി 30,000 രൂപയുടെ ധനസഹായം ലഭ്യമാണ്. കുറഞ്ഞ ചെലവിൽ വായ്പ തേടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വലിയൊരാശ്വാസമാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ സുമിത്രം വായ്പ പദ്ധതി. പെൺകുട്ടികളുടെ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് വെറും 6% പലിശ നിരക്കിൽ ലളിതമായിട്ടുള്ള വ്യവസ്ഥകളോടുകൂടി 5 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ വായ്പയായിട്ട് അനുവദിക്കപ്പെടുന്നത്. സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വനിതകൾക്കായിട്ട് വനിതാ ശിശു വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടുതൽ കരുതലോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വിധവകൾക്കും നിയമപരമായിട്ട് വിവാഹബന്ധമൊക്കെ തന്നെ വേർപെടുത്തിയ വനിതകൾക്കും പുനർവിവാഹത്തിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് മംഗല്യ പദ്ധതി വഴി 25,000 രൂപ അനുവദിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിധവകളുടെ പെൺമക്കളുടെ വിവാഹത്തിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങൾ വഴി 50,000 രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട്. കൂടാതെ വിവിധ ക്ഷേമോദി ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്കും അവരുടെ മക്കൾക്കും ലഭിക്കുന്ന പ്രത്യേക വിവാഹ ആനുകൂല്യങ്ങൾ കൂടി ചേരുമ്പോൾ അർഹരായിട്ടുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു താങ്ങാവുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ക്ഷേമ പദ്ധതികൾ. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.